സമാധാനത്തിനുള്ള നൊബേൽ പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 പ്രഖ്യാപനം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ പുരസ്കാരം ലഭിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര പ്രഖ്യാപനം ഒരുപക്ഷെ ഇത്രയധികം ചർച്ച ചെയ്ത ഒരു വർഷമുണ്ടാകില്ല. കാരണം അതിനു മുമ്പ് തന്നെ ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. തനിക്ക് നൊബേൽ അർഹതപ്പെട്ടതാണ്, നൊബേൽ സമ്മാനം നൽകണം, 7 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു, അതുകൊണ്ട് നൊബേൽ സമ്മാനം തനിക്ക് ലഭിക്കാൻ അർഹതയുണ്ട് തന്നെ ഏറെ അവകാശവാദം ട്രംപ് ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ സമാധാന പുരസ്കാരങ്ങൾ ഇത് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ വാർത്തയായിരുന്നു. നേരത്തെ തന്നെ പാകിസ്ഥാനും ഡൊണാൾഡ് ട്രംപിനെ നാമനിർദ്ദേശം ചെയ്തു എന്നുള്ള വാർത്തകളും വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് പ്രതികരിച്ചത് തനിക്ക് അർഹതയുണ്ട്, എന്നാൽ നൊബേൽ കമ്മിറ്റി തനിക്ക് നൽകാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തും, എന്നാലും 7 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു, തന്നെക്കാൾ യോഗ്യതയായി ഈ ഒരു നൊബേൽ പുരസ്കാരം ലഭിക്കുന്നതിന് യോഗ്യത തനിക്കുണ്ട് തന്നെയാണ് പറയുന്നത്. നേരത്തെ തന്നെ വൈറ്റ് ഹൌസ് അതായത് സമാധാനത്തിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ സമാധാനത്തിന്റെ പ്രസിഡന്റ് എന്ന് ട്രംപിനെ വിശേഷിപ്പിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെ ഏറെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ട്രംപിന് ലഭിക്കുമെന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമാധാന പുരസ്കാര പ്രഖ്യാപനം ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ഈ നൊബേൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക. 244 പേർ വ്യക്തിഗതമായി തന്നെ ഇതിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്ന വിവരം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 നൊബേൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക. എന്തായാലും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ ആദ്യഘട്ട ചർച്ചകൾ അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിന്റെ പേരും ഉയർന്നു വരുന്നത് എന്ന് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്.